ആദ്യം ചോദ്യം വായിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക 3n² + 5n ആയാൽ മൂന്നാമത്തെ പദം എത്ര? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം തന്നിട്ട് n പദങ്ങളുടെ തുക തന്നിട്ട് നമ്മുടെ ഇതുപോലെ പൊതുവ്യത്യാസം ചോദിക്കാം, ആദ്യ പദം ചോദിക്കാം, ചിലപ്പോൾ രണ്ടാമത്തെ പദമോ മൂന്നാമത്തെ പദമോ എന്തെങ്കിലും ചോദിക്കാം, ശ്രേണി തന്നെ ചോദിക്കാം. എങ്ങനെ ചെയ്യണം നമുക്കത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കാര്യം n എന്നാണെന്ന് മനസ്സിലാക്കുക. n ആണ് നമുക്കെന്ത് 3n² + 5n. ഇങ്ങനെ തുക കിട്ടിയാൽ നമുക്കിവിടുന്ന് ആദ്യ പദം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യ പദം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആ n-ഉം n² ഒക്കെ കളഞ്ഞേക്കുക, അവിടെയുള്ള സംഖ്യ മാത്രം എടുക്കുക. എത്ര? 3 + 5. അപ്പം ആദ്യ പദം 8 എന്ന് കിട്ടി. ഇനി പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ 3n² + 5n എന്ന് പറയുന്നത് ആ സ്ക്വയർ ടേം എന്ന് പറയുക 3n² എന്നാണ്. ഇവിടെ ആദ്യമുള്ള 3 എന്ന് പറയുന്ന സംഖ്യയും സ്ക്വയറിൻ്റെ ആ 2ഉം കൂടെ ഇൻറ്റു ചെയ്യുക. എത്രയാണ്? 6 എന്നാണ് കിട്ടുക. അപ്പോൾ പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ആ ശ്രേണി തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എങ്ങനെയാണ്? ആദ്യ പദം 8 എന്നാണ്. പൊതുവ്യത്യാസം 6 എന്ന് വെച്ചാൽ 6 കൂടി പോകണം. അപ്പം അടുത്ത പദം എന്തായിരിക്കും? 8 + 6 14, വീണ്ടും 14 + 6 20, വീണ്ടും 20 + 6 26, അങ്ങനെ പോകുന്ന ശ്രേണി. അപ്പോൾ നമുക്ക് വേണ്ടത് മൂന്നാമത്തെ പദമാണ്. മൂന്നാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? 20 എന്നാണ്. അപ്പോൾ ആൻസർ C ആണ് നമ്മുടെ ആൻസർ.